ഇത് സിനിമ മേക്കപ്പ് മാൻ ജയചന്ദ്രൻ. എന്റെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറ്റും. ഇത് സിനിമാ കോസ്റ്റ്യൂമർ മനോജ് ആലപ്പുഴ. ഈ പഴഞ്ചീലയൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് വസ്ത്രം ധരിപ്പിക്കും. ഈ രാജാപ്പാട്ടിന്റെ കിരീടവും ആടയാഭരണങ്ങളൊക്കെ എന്റെ അടുത്തുണ്ടായിരുന്നല്ലോ. എടുത്തിരുന്നെങ്കിൽ അതിന്റെ വാടക കൂടി കിട്ടിയത്. നിന്റെ ഉണക്ക നാടകത്തിലെ രാജാപ്പാട്ട് പോലത് കാന്തപുരം കൊട്ടാരമാണ് ഇറങ്ങി. ഇത്തിരി കാശിന് കുറവുണ്ടെന്ന് കരുതി ഒരു ഒന്നാന്തരം ഡ്രാമ ആർട്ടിസ്റ്റ് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത്. എവിടെ വണ്ടി? നിക്ക് നിക്ക് നിക്ക്. എടോ മണ്ടച്ചാരെ, നിന്റെ രാജാപ്പാട്ട് അസലായതുകൊണ്ടല്ലേ ഞങ്ങൾ നിന്നെ തന്നെ തേടി വന്നത്. കൂൾ ഡൗൺ കറുക. വാ, നമുക്ക് സൂര്യനാരായണ. തട്ടേന്നുള്ള ശീലമാ. ശ്രദ്ധിച്ചു കേൾക്കണം. തെലുങ്ക് ദേശത്ത് രാജമന്ത്രിയിൽ ക്രാന്തി പാലസ് എന്നൊരു കൊട്ടാരമുണ്ട്. അവിടെ നിന്ന് രാജകുമാരൻ നമ്മുടെ കൊട്ടാരത്തിലേക്ക് രത്നവ്യാപാരത്തിന് വന്നു. വന്നവൻ സുന്ദരൻ സുമുഖൻ. കുറെ രത്നങ്ങളിലൂടെ തള്ളിയിട്ട് ഞങ്ങളുടെ പെങ്ങളെയും കൊണ്ട് അവൻ മുങ്ങി. അതിന്റെ പേരിൽ രണ്ട് കൊട്ടാരങ്ങളും തമ്മിൽ കുറെ കാലം ഉടക്കിലായിരുന്നു. എന്നാൽ സുഭാഷിണിക്കൊരു കുഞ്ഞു ജനിച്ചതോടെ എല്ലാം കോംപ്രമൈസായി. അങ്ങനെ പെങ്ങള് തിരിച്ചെത്തി. അന്നത്തെ കുഞ്ഞാണ് ഇന്ന് വളർന്നു വലുതായി സൂര്യനാരായണനെ കാത്തിരിക്കുന്ന കാഞ്ചന ലക്ഷ്മി. ഈ നിമിഷം മുതൽ നീ കനകാംബരനല്ല, സൂര്യ. വെറുതെയാണോ രാജാപ്പാട്ട് കനകാംബരൻ ആളുകൾ വിളിക്കുന്നത്? കൊട്ടാരത്തിൽ കുറെ പേർ തെലുങ്കരും കുറെ പേർ മലയാളികളും. ഏമണ്ടി കിമണ്ടി എന്നൊക്കെ കേട്ടാൽ നീ മറുപടി ഒന്നും പറയണ്ട. ചീത്ത വാക്കുകളല്ല. ഈ സൂര്യനാരായണൻ തെലുങ്കരോ പഞ്ചാബിയോ? പേടിക്കണ്ട, മലയാളി. ഭാഗ്യം. പിന്നെ പെരുമാറ്റവും വർത്താനവും ഒക്കെ ഡീസന്റ് ആയിരിക്കണം. ഒരു ഗാംഭീര്യമൊക്കെ വേണം. ഇത്രയും മതിയാവൂ? അത്രയും വേണ്ട. കൊട്ടാരമല്ലേ, പലതരം പഴങ്ങളും വില കൂടിയ ഭക്ഷണങ്ങളും ഒക്കെ കിട്ടും. കൈയിട്ട് താൻ കുറെ നേരമായല്ലോ. ഞാൻ എന്താ തീറ്റി പണ്ടാരോ? അല്ല, കാണാതെ കിടന്ന് കാണുമ്പോഴേ. ഞാൻ ആ ടൈപ്പ് അല്ല. ചൂടാകാത്ത കനക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതേ. ശരി, എല്ലാം ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞത് മറക്കരുത്. ഒറ്റ ദിവസം കൊണ്ട് കാര്യം നടത്തി വൈകുന്നേരം എന്നെ തിരിച്ചു വിടണം. അതേറ്റു. എന്നാൽ സാക്ഷാൽ സൂര്യനാരായണൻ പുറപ്പെട്ടോളൂ. ഇന്ന് തന്നെ നിന്നെ റാണിയുടെ മുമ്പിൽ എത്തിക്കുന്നതിന് മറ്റൊരു കാരണം. ശരി ശരി. അടുത്ത സീസണിൽ സീതയായിട്ട് ബുക്ക് ചെയ്യാം. കൊണ്ടു കൊണ്ടു റാണിയുടെ ഹൃദയത്തിൽ തന്നുകൊണ്ടു. ആ നാണം, ആ പോക്ക്, തുടക്കം ഓക്കെ. ഇനി അടുത്ത രംഗം വളരെ സൂക്ഷിക്കണം. കെട്ടിപ്പിടിക്കോ? ആരെ ആരെ? കുമാരി എന്നെ. ചിലപ്പോ അത് സംഭവിക്കാം. നടക്കില്ല, നടക്കില്ല. ഇപ്പഴിക്ക് ഞാനിതൊക്കെ നാടകത്തിൽ പോലും ഭാരതി അല്ലാതെ മറ്റൊരു സ്ത്രീ എന്റെ ദേഹത്ത് കൊട്ടില്ല. അറിയോ? വളരെ നല്ല രസമായിട്ടുണ്ട്. മോളെ കാഞ്ചനേ, അമ്മാവന്മാർക്ക് അകത്ത് വരാവോ? വന്നോളൂ. ഓ വാ. ആരാ വിളിമമ്മ? അത് മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാ. ആര്? മോളൊന്ന് ഓർത്ത് നോക്കിയേ. അത് വരട്ടെ വരട്ടെ. കുമാരൻ. മിടുക്കി, മിടുമിടുക്കി. സത്യമാണോ മാമേ? എന്താ സംശയം? നമ്മുടെ ഒറിജിനൽ സൂര്യനാരായണനാ. പാതാളം വരെ അലഞ്ഞു തിരിഞ്ഞ് കണ്ടുപിടിച്ച് കൊണ്ടുവന്നല്ലേ നമ്മുടെ ചക്രക്കുട്ടിക്ക് വേണ്ടി. തങ്കശ്ശേരി കൊട്ടാരത്തിൽ രാജകീയ പ്രൗഢിയിൽ തന്നെ വളരുകയായിരുന്നു. മോള് വേഗം വേഷം മാറുക. കുമാരനെ സ്വീകരിക്കാൻ അവൾ ഒരുക്കങ്ങൾ തുടങ്ങി. സ്വീകരിക്കാൻ സേവകർ വരുന്നതാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. మీరు ఎవరిని చెప్పారండి? അന്തി കിണ്ടി ഒന്നും അല്ല, സൂര്യനാരായണൻ വന്നു. ഇവൻ സൂര്യനാരായണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വിശ്വസിക്കണ്ട, ഞങ്ങൾക്ക് വിശ്വാസം. ఇంకా ఏమి జరుగుతుందో నాకు తెలియదు. ഈ ഭൂതം തെലുങ്ക. ആ ഏരിയ ഒന്ന് സൂക്ഷിച്ചോണം. എന്താ?
പെയിന്റ് പെയിന്റ് അല്ല, പാല്. പശുവിന് കറന്നെടുക്കുന്ന സാധനം. നീ ഇത് കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ ഇത് കാല് കഴുകാറ് ഉപയോഗിക്കും. അയ്യോ മഴ. മഴയല്ലടാ പനിനീര് തെളിച്ചതാ. ഹായ്, നല്ല രസം. എന്തായിരിക്കും ഇതിന്റെ ഒരു അവസാനം? അതിരിക്കേ, റാണി വരുന്നുണ്ട്. അയ്യോ എന്നെ തൊട്ടു. പിടിച്ചെഴുന്നപ്പിക്ക്. എന്റെ ഭാരതി. തൊഴിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷായി, സന്തോഷായി. ഞാൻ കാത്തിരുന്നത് വെറുതെ ആയില്ലല്ലോ. എന്നെ കാഞ്ചനലക്ഷ്മിന്ന് ഒന്ന് വിളിക്കോ? ഞാൻ ഈ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. ഈ പ്രപഞ്ചം മുഴുവൻ കേൾക്കാൻ വേണ്ടിയാ കുമാരൻ അങ്ങനെ വിളിച്ചതല്ലേ? പറയാനും കേൾക്കാനും നമുക്ക് ഒത്തിരി ഉണ്ടാവും. കുമാരൻ ദൂരയാത്ര കഴിഞ്ഞു വന്നതല്ലേ, എല്ലാത്തിനും സമയമുണ്ടല്ലോ. ത്രിപുരസുന്ദരി, കുമാരി അന്തഃപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ. രാജകുമാരൻ പള്ളി നീരാട്ടും പള്ളി ഉറക്കവും പള്ളിക്കഞ്ഞിയും കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് വരും. എങ്ങനെയുണ്ട് സംഗതി? ഒത്തോ? ഒരുപാട് ഓവറാക്കണ്ട. രാജാകാരു ചിക്കൊച്ചിന്തി പെദ്ద ചിക്കൊച്ചി പടന്നി. രാജകുമാരനാന്നും പറഞ്ഞ് വലിയ മാമയും ചെറിയ മാമയും കൂടി ഒരാളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. കാഴ്ചയിൽ രാജകുമാരന്റെ സർവ ലക്ഷണങ്ങളും ഉണ്ട്. വേണ്ടത് ചെയ്യണം. ഫോൺ പെട്ടേനാണ്ടി. ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? രാജകുമാരി വളരെ സന്തോഷത്തില. സ്വത്ത് വകകൾ ഞങ്ങൾക്ക് തരുമെന്ന് ഉറപ്പായി. പെട്ടെന്നായിരിക്കും വലിയ മാമേ ചെറിയ മാമേ രജിസ്ട്രാറെ വിളിച്ചോളൂ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇവിടെ കോഴി വെയിറ്റ് രാധാഷ, താമസിക്കാൻ അദ്ദേഹത്തിനും ചികിടിക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. അതെ തമ്പുരാക്കന്മാരെ, എന്താ പ്ലാൻ? എന്റെ ഏർപ്പാട് തീർക്കണില്ലേ? എനിക്ക് പോണം. വെയിറ്റ് എല്ലാം പരിഹരിക്കാം. പിന്നൊരു കാര്യം, എനിക്ക് 100 നോട്ട് വേണ്ട കേട്ടോ. 3 ലക്ഷം ആവുമ്പോൾ ഒരു വലിയ കെട്ടുണ്ടാവും. ചെറിയ ബാഗല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ. പറ്റുമെങ്കിൽ 1000 മതി. വൈകുന്നേരത്തിന് മുമ്പ് അങ്ങ് എത്തണം. ഇന്ന് കളിയുള്ളത് അത് ഡബിള്. എന്താ വേണ്ടി? കുമാരനെ രാജകുമാരി വിളിക്കുന്നു അന്തപുരത്തിലേക്ക് വരാൻ. അയ്യേ, അന്തപുരത്തിലേക്കോ? എന്തിന്? ഞാനില്ല. മുഖം ജസ്റ്റ് ഒന്ന് ചോലു. അന്തപുരത്തിൽ തോഴികളുള്ളതുകൊണ്ടാ കുമാരൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. ഭയങ്കര നാണക്കാരനാ. ത്രിപുരസുന്ദരി പൊയ്ക്കോ. എന്തിനാ ആലോചിക്കണേ? കുമാരന്റെ കുമാരിയല്ലേ? പരട്ട കനകാമ്പര. 1000 നന്ദിയുണ്ട്. റാണി ദാനം ചെയ്ത പണം കൊണ്ടാ എന്റെ ചെറുമോളുടെ വേലി നടത്തിയേ. അനുഗ്രഹം വാങ്ങിച്ചോളൂ കുട്ടികളെ. ഏയ്, അതൊന്നും വേണ്ട. ഇവിടുത്തെ മുതലൊക്കെ നിങ്ങളെപ്പോലുള്ള ഒരു കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതിന്റെ പങ്കാ തന്നത്. ഞാനൊരു നിമിത്തമായെന്നേ ഉള്ളൂ. ഓടി പുണ്യം കിട്ടും. മോൾക്ക് നന്മ മാത്രമേ വരൂ. ആ ദേ വന്നല്ലോ നന്മ. കേശ് ഇങ്ങനെ വാരി അറിയൂല്ലേ? പകിടയൊക്കെ നിർത്തി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കുഞ്ഞുനാളില് നമ്മള് രാവും പകലും പകിടകളി തന്നെയായിരുന്നു. അമ്മ കരുക്കളെടുത്ത് ഒളിച്ചു വെക്കും. ഓർക്കുന്നുണ്ടോ അതൊക്കെ? ഓ പിന്നെ എന്ത് രസമായിരുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. വാ സൂര്യ, നമുക്കൊരു റൗണ്ട് കളിക്കാം. അയ്യോ എന്റെ കുമാരി, എന്ത് മണ്ടത്തരമായി പറയുന്നേ. ഇന്നത്തെ ദിവസത്തിന്റെ കുഴപ്പം അറിയൂ. രാഹു ചന്ദ്രനെ വിഴുങ്ങുന്ന ദിവസമാ. യുവമിഥുനങ്ങൾ പകിട കളിച്ചാൽ ഈശ്വര, വല്യമ്മ ഓർമ്മിപ്പിച്ച നന്നായി. എന്നാ നമുക്ക് നാളെ ആക്കാം. നാളെ ഈ കുമാരൻ തട്ടയിലായിരിക്കും മോളെ. ഞാൻ പോണ കാര്യം എന്താ മാമേ? അത് മോളെ കുമാരനൊന്ന് പോണം. പോകാനോ? അതെ, ഉത്സവ സീസണല്ലേ. ഭയങ്കര തിരക്കാ കുമാരന്. ഒരുപാട് ക്ഷേത്രങ്ങളില് ഉത്സവങ്ങൾക്ക് പോയേക്കാമെന്ന് വഴിപാടുണ്ടായിരുന്നു കുമാരന്. വേണ്ട, കുമാരൻ എങ്ങും പോണ്ട. എനിക്ക് പോണം. ഞാനേ ഒരു ദിവസത്തേക്കാ. എന്താ? അതെ, ഒരു ദിവസത്തേക്കെന്ന് പറഞ്ഞ ഓടിപ്പടച്ചു വന്നത് കുമാരിയെ സമാധാനിപ്പിക്കാൻ. പോയിട്ട് ഉടനെ വരും. വേണ്ട, പോകണ്ട. വേണം, പോകണം. പറ്റില്ല, ഞാൻ വിടില്ല. എനിക്ക് പോണം. എന്നാ പൊയ്ക്കോളൂ. ഓ നമസ്കാരം. വിടട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 1
നമസ്കാരം. 24 വർഷം കാത്തിരുന്ന് കിട്ടിയതാ എനിക്ക്. ഇനി നമ്മൾ പിരിയില്ല. പറയൂ, എന്നെ വിട്ട് പോവോ? പോവില്ലാന്ന് പറ.